കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് ദിനത്തിലേക്ക് നാം അടുക്കുകയാണ്. നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും ക്രിസ്മസിൻ്റെതായ ശുശ്രൂഷകളും ഒക്കെയായി ഈ ഒരു മാസക്കാലം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വിശുദ്ധമായ നോമ്പിലൂടെ നമുക്ക് തമ്പുരാൻ അവസരം തന്നിരിക്കുന്നു. ബേത്ലഹേമിലെ കർത്തൃസന്നിധിയിൽ നിന്നും ആ തിരുജനനത്തെ കണ്ട്, ആ തിരുപ്പിറവിയെ കണ്ട്, ആ കുഞ്ഞിനെ കണ്ട് മടങ്ങിപ്പോയ ചിലരെ കുറിച്ച് ഈ സന്ധിയിൽ ഒന്ന് ചിന്തിക്കാം. അവർ എങ്ങനെ ആ കുഞ്ഞിനെ കണ്ട് മടങ്ങി എന്ന് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യത്തിലും സ്വർഗീയ മാലാഖമാർ ആട്ടിടയരോട് ദൂതറിയിച്ച ശേഷം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ഭൂമിയിൽ സമാധാനവും ആശംസിച്ചുകൊണ്ടും സ്വർഗീയ സമൂഹത്തോട് ചേർന്ന് സന്തോഷഗാനങ്ങളോടെയും സ്വർഗത്തിലേക്ക് തിരികെ പോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ രണ്ടാമതായി ആട്ടിടയരെ നമ്മൾ കാണുന്നു. ഇടയന്മാരാകട്ടെ കണ്ടതും കേട്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് തിരിച്ചുപോയി എന്ന് കാണുന്നു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ ഈ ക്രിസ്മസിൽ നമുക്കും കഴിയട്ടെ. മൂന്നാമതായി വിദ്വാൻമാർ. സ്വപ്നത്തിൽ ദർശനമുണ്ടായി ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതും ദൈവിക ഉപദേശം അനുസരിച്ചുകൊണ്ട് വേറെ വഴിയായി സന്തോഷത്തോടെ മടങ്ങിപ്പോയ വിദ്വാൻമാർ. നമ്മുടെയും ജീവിതത്തിൽ കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി ആ വഴി പോകാൻ സാധിക്കാതെ പുതിയ വഴിയിലൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അവരുടെ യാത്ര സാഫല്യം കൈവരിച്ചു. അവർ നമസ്കരിച്ചു, കടമ നിർവഹിച്ചു. നിർവഹണ ഭാഗമായി കാഴ്ചകളും അർപ്പിച്ചിട്ട് വിദ്വാൻമാർ മടങ്ങിപ്പോയി. ഈ മാലാഖമാരും ഈ ആട്ടിടയന്മാരും ഈ വിദ്വാൻമാരും ഒക്കെ മടങ്ങിപ്പോയപ്പോൾ നാലാമതായി വിശുദ്ധ യൗസേപ്പ് ദൈവദർശനത്താൽ എഴുന്നേറ്റ് മാതാവിനെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകുന്നതായി നാം കാണുന്നു. രക്ഷകനെ രക്ഷിക്കാൻ യൗസേപ്പ് രക്ഷകനാകുന്നു. ദുഷ്ടനിൽ നിന്നും അവന്റെ വാളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുവാൻ ലഭിച്ച രക്ഷയെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു എന്നതിൽ വിശുദ്ധ യൗസേപ്പിന് സന്തോഷിക്കാം. ലഭിച്ച രക്ഷകനെ നശിപ്പിക്കാനും ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ യൗസേപ്പിന് ദുഃഖവും ഉണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ച രക്ഷയുടെ ഈ വലിയ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ? വിശുദ്ധ യൗസേപ്പിനെ പോലെ എൻ്റെ നാടും വീടും വിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ രക്ഷകന്റെ ഉദ്ദേശം നശിപ്പിക്കാൻ ഇടവരുത്തുകയില്ല. അവന്റെ കാര്യം അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും. ഇങ്ങനെ ഒരു തീരുമാനം ഈ ക്രിസ്മസിൽ എടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? നിശ്ചയമായും അനേക ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരു പുതുക്കത്തിന്റെ, ഒരു പുതിയ സൃഷ്ടിയുടെ, ഒരു പുതിയ ആത്മാവിനെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അവനു വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.